2001 ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയൊരു ഐതിഹാസികമായ സമരം നടന്നു. അന്നത്തെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ആദിവാസി ഗോത്ര മഹാസഭാ നേതാക്കളായിട്ടുള്ള CK ജാനുവും ഗീതാനന്ദനും അടങ്ങിയ ടീം ആയിരുന്നു. അന്നത്തെ സർക്കാർ ആ സമരത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുകയും വയനാട്ടിലടക്കമുള്ള മുഴുവൻ ആദിവാസികൾക്കും ഭൂമിയും വീടും നൽകാമെന്ന് കരാറുണ്ടാക്കുകയും ചെയ്തു. ആ കരാർ പാലിക്കപ്പെട്ടില്ല. 2003 മുത്തങ്ങയിൽ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട 800ഓളം കുടുംബങ്ങളിൽപ്പെട്ട 4000ഓളം ആളുകൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. മുത്തങ്ങയിലെ തകരപ്പാടിയിലായിരുന്നു സമരം കേന്ദ്രീകരിച്ചിരുന്നത്. പോലീസ് അവിടെ ഇരമ്പിയാർത്തിയെത്തി കുടിലുകൾ ആക്രമിച്ചു. ജോഗി എന്ന ആദിവാസിയും വിനോദ് എന്ന പോലീസുകാരനും ആ സമരത്തിന്റെ രക്തസാക്ഷികളായി. ഈ മഹാസമരത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന സമയത്താണ് ടൊവിനോ നായകനായിട്ടുള്ള നരിവേട്ട എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എല്ലാ സമരങ്ങളും വിജയിക്കുന്നില്ല, എന്നാൽ എല്ലാ സമരങ്ങളും അവസാനിക്കുന്നുമില്ല. മുത്തങ്ങ സമരത്തിന്റെ ധാർമ്മികതയും മറ്റും വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ചെങ്കിലും തുടർന്ന് സമരത്തിൽ പങ്കെടുത്തവർക്കടക്കമുള്ള നല്ല ശതമാനം ആളുകൾക്ക് ഭൂമിയും വീടും ലഭിച്ചു എന്നുള്ളതാണ് മുത്തങ്ങ സംഭവത്തിന്റെ വിജയമായി നമുക്ക് പറയാവുന്നത്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ നേടിയ അബിൻ ബർക്കി എന്ന എഴുത്തുകാരൻ പക്ഷേ മുത്തങ്ങ സംഭവത്തിന്റെ നടന്ന സംഭവങ്ങളോടൊപ്പം തന്നെ ഭാവന കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നല്ല ഒരു തിയേറ്റർ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് നരിവേട്ടയിലൂടെ. ഉണങ്ങാത്ത മുറിവുകൾക്ക് ഉപ്പ് പുരട്ടി തന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സംവിധായകൻ അനുരാജ് മനോഹർ ആവട്ടെ ഇഷ്ക് എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ തന്റെ കാലിവർ മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നിട്ടുള്ള ആളാണ്. തികച്ചും പുതുമുഖങ്ങളായിട്ടുള്ള നിരവധി പേരെ ഈ സിനിമയിൽ അണിനിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ തന്നെ ആദിവാസി പണിയ വിഭാഗത്തിൽപ്പെട്ട ഉന്നതികളിലെ നിരവധി കലാകാരന്മാരെയാണ് സിനിമയിൽ അണിനിർത്തിയിട്ടുള്ളത്. വളരെ കൈയടക്കത്തോടുകൂടി ഇവരെയെല്ലാം അണിനിരത്തി ഫ്രെയിമുകൾ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമായിട്ടുള്ള വർഗീസ് പീറ്റർ എന്ന യുവാവ് വലിയ ജോലിയൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണ്. അയാൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാവട്ടെ ഒരു സാധാരണ പോലീസുകാരന്റെ ജീവിതവും. മുത്തങ്ങ സംഭവത്തിൽ അയാൾ ഉൾപ്പെടുന്നതും അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ കാതൽ. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നായി നമുക്ക് വർഗീസ് പീറ്ററിനെ പരിഗണിക്കാം. നായികയായി പ്രിയമദാകൃഷ്ണനും സമര തേരാളിയായി ആര്യ സലീമും ഒക്കെ നല്ല അഭിനയമാണ് സിനിമയിൽ. എടുത്തു പറയേണ്ടത് സമര പോരാളിയായി എത്തുന്ന പ്രണവ് തിയോഫിൻ എന്ന നടന്റെ അസാമാന്യമായ മെയ്വഴക്കത്തോടു കൂടിയുള്ള അഭിനയമാണ്. പ്രശസ്തമായ ഓട്ടോഗ്രാഫ് എന്ന തമിഴ് സിനിമയിലൂടെ മലയാളികൾക്ക് കൂടി സുപരിചിതനായ ചേരൻ ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായി എത്തുന്നു എന്നുള്ളത് കൂടിയാണ് സിനിമയുടെ പ്രത്യേകത. വയനാട്ടിലെയും കുട്ടനാട്ടിലെയും ഒക്കെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് വിജയിന്റെ ക്യാമറ. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്, ജെയ്ക്സ് വിജോയുടെ സംഗീതമൊക്കെ സിനിമയ്ക്ക് വളരെ മാറ്റുകൂട്ടുന്ന രീതിയിലേക്കാണ് അണിച്ചൊരുക്കിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ യോണിൽപ്പെടുത്താവുന്ന ഒരു ക്ലീൻ എന്റർടൈനർ സിനിമയാണ് നരിവേട്ട. മറവികൾക്കെതിരെയുള്ള ഓർമ്മകളുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോട് കൂടിയാണ് സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. ഈ സിനിമ സുൽത്താൻ ബത്തേരി ഐശ്വര്യ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന ചുള്ളിയോട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ആദിവാസി ഉന്നതികളിലുള്ള 200ഓളം വരുന്ന കലാകാരന്മാരോടൊപ്പം ഇരുന്ന് ഈ സിനിമ കാണാൻ സാധിച്ചു. അവരത് ആ സിനിമയിലൂടെ അവരുടെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ കാണുവാൻ കൂടി സാധിച്ചു എന്നുള്ളൊരു അനുഭവം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മറ്റു സിനിമയായി വീണ്ടും കാണാം.